ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കൊടുങ്ങല്ലൂർ താലൂക്ക് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം നടന്നു. ചന്തപുര MIT ഹാളിൽ നടന്ന യോഗം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ ഉദ്ഘാടനം ചെയ്തു. ഭാഗമായി നമ്മുടെ മാലിന്യങ്ങൾ, വ്യത്യസ്ത മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സംവിധാനം കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള നഗരസഭയിൽ വരുന്നത്. ഒരിക്കലും നിങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മാലിന്യങ്ങൾ വിൽക്കുന്നില്ല, പക്ഷേ യൂസർ ഫീ തരണം എന്ന് പറയുമ്പോൾ ഒരു മര്യാദകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പക്ഷേ സർക്കാർ സർക്കുലർ പ്രകാരം നാളിതുവരെ ആരെയും ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഞങ്ങൾ കൗൺസിലിൽ ഇത്തരത്തിലുള്ള വിഷയം, അതായത് ബാർബർ ഷോപ്പ്, ഫ്ലവർ മില്ല്, അതോടൊപ്പം തന്നെ സിമന്റ് ഗോഡൌണുകൾ, ഫയലിംഗ് സെന്ററുകൾ, അങ്ങനെയുള്ള ഒരുപാട് കേന്ദ്രങ്ങളിൽ വേസ്റ്റുകൾ എടുക്കാൻ പറ്റാത്തതും വേസ്റ്റുകൾ ഉൽപ്പാദിക്കാത്തതുമായ സ്ഥാപനങ്ങൾ. എങ്കിലും ഇതിന്റെ സർക്കുലർ അടിസ്ഥാനത്തിൽ, സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഒരു കടയ്ക്ക് 100 രൂപ വെച്ച് 1200 രൂപയാണ് ശരിക്കും വരുന്നത്. അതിൽ നഗരസഭാ കൗൺസിൽ തീരുമാനം ഈ ഗ്രീൻ സലൂൺ എന്ന് പറയുന്ന കമ്പനിക്ക് ഓൾറെഡി വേസ്റ്റ് കൈമാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാമമാത്രമായ ഒരു ഫീസ് വാങ്ങി ഒരു ലൈസൻസ് പുതുക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നഗരസഭാ കൗൺസിൽ പാസ്സാക്കുകയും എനിക്ക് തോന്നുന്നത് 300 രൂപയാണ്. 1200 എന്ന് പറയുന്ന സംഖ്യ ഒരു 300 രൂപയിലേക്ക് ചുരുക്കി ഇപ്പോൾ അത് 300 രൂപയിലാണ് തുടർന്ന് പോകുന്നതെന്നാണ് ഞാൻ അന്വേഷിച്ചത്. ഞാൻ ഇവിടുന്ന് HS വിളിക്കുകയായിരുന്നു. HS പറഞ്ഞത് 300 രൂപയിലേക്ക് ചുരുക്കിയിട്ടുണ്ട്, 1200 സംഖ്യ അടയ്ക്കേണ്ടതില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരുപക്ഷെ നമുക്കറിയാം, നാളുകളിൽ ഒരുപക്ഷെ സർക്കാർ ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ എല്ലായിടത്തും നടപ്പിലാക്കാൻ ശ്രമിക്കും. എക്സംഷൻ വേണ്ട കേസുകൾ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതാത് നഗരസഭകളും ക്രോഡീകരിച്ച് അത് നമ്മൾ സർക്കാരിലേക്ക് അയച്ചിട്ടുണ്ട്. ഇവിടെ ഒഴിവാക്കേണ്ടതാണ്, ഇവിടെ വേസ്റ്റുകൾ എടുക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ വേസ്റ്റുകൾ കൊണ്ടുപോകാൻ സാധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കണമെന്ന് നഗരസഭ നിർദ്ദേശം സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ അത് ഒഴിവാക്കപ്പെടും എന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. അസോസിയേഷൻ പ്രസിഡന്റ് KM പ്രതാപൻ അധ്യക്ഷനായി. ഇപ്പോ നമുക്ക് ഉണ്ടാകുന്ന വിഷയം മെയിനായിട്ട് പറയുകയാണെങ്കിൽ മാലിന്യം നീക്കം ചെയ്യുന്ന വിഷയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ മാലിന്യം നീക്കം ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടന നേരിട്ടിടപെട്ട് ഒരു ഗ്രീൻ സലൂൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുമായിട്ട് നമ്മൾ ആദ്യം സംസാരിച്ചു. ആ കമ്പനി ആള് വന്ന് കുറച്ച് നാൾ, ഒരു വർഷമൊക്കെ ഏകദേശം കുഴപ്പമില്ലാത്ത. അപ്പൊ അത് എന്നോട് പറഞ്ഞത്, നമ്മൾ ഈ മാലിന്യം എടുക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കമ്പനി വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ ഇല്ലാണ്ടാക്കി സാധനം കൊണ്ടുപോകുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് 5-6 മാസം 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ മാലിന്യം നീക്കം ചെയ്യുമ്പോ സാധാരണ 150 രൂപ ഒരു ചെറിയ കിറ്റാണ്, വലിയ ചാക്കൊന്നുമില്ല, ഒരു ചെറിയ കിറ്റിന് കൊടുക്കണ്ടേ. അപ്പൊ അത് ബിസിനസ് ആക്കി മാറ്റിക്കൂടി. നമ്മളോട് വന്നിട്ട് പറഞ്ഞു, എന്നെ വിളിച്ച് പറഞ്ഞു, മുനിസിപ്പാലിറ്റി ഏരിയയിൽ സാർ, കാരണം ഞങ്ങളുടെ വിഷയം സാർ അറിഞ്ഞിരിക്കണം, ഇതിലൊരു കുറ്റപ്പെടുത്തലായിട്ട് കാണരുത്, കാരണം ഞങ്ങളുടെ പേരെന്ന് പറയും. ഇതിക്ക് മുമ്പ് ചെയർപേഴ്സണിൽ വന്നിട്ട് ഞാൻ എൻ്റെ കാര്യമില്ല, ഞങ്ങളുടെ തൊഴിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മേഡം പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അതല്ല, പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതേപോലുള്ള അധികൃതരൊക്കെ അറിഞ്ഞിരിക്കണം, ഞങ്ങൾ എങ്ങനെയാണ് നടത്തിക്കൊണ്ട് തുടങ്ങും. അപ്പൊ ഈ ഇദ്ദേഹം പറഞ്ഞത്, നമ്മുടെ ഈ സംഭവം കൊണ്ടുപോകുന്ന മുനിസിപ്പാലിറ്റി ഏരിയയിൽ 1050, പഞ്ചായത്ത് ഏരിയയിൽ 750 രൂപ ഈ നമ്മൾ പൈസ കൊടുക്കുന്നത് കൂടാതെ ആർക്കൊരു ലൈസൻസിന് കൊടുക്കുന്നു. പെട്ടെന്നൊരു തീരുമാനം എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എന്റെ മാത്രം ഒരു സംഘടനയല്ലല്ലോ.
ബിന്ദു സുജിത്, KG അശോകൻ, ശൈലേന്ദ്രൻ, KD ശൈലേന്ദ്രകുമാർ, മൃദുല ഷാജി, TA അഖിലേഷ്, MV കണ്ണൻ, KA സിയാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് SSLC+2 പരീക്ഷാ വിജയികളെയും 2024-25 ബ്രൈഡൽ കോൺടെസ്റ്റിലെ ജൂറി കാറ്റഗറി വിന്നറെയും ജൂറി കാറ്റഗറിക്ക് അർഹരായവരെയും അനുമോദിച്ചു. വർദ്ധിച്ചു വരുന്ന ഷോപ്പുകൾ, ഷോപ്പ് എന്നുള്ളത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ പുതിയ ആളുകളെ കണ്ടിട്ടുണ്ട്. പുതിയതിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിന്റെ ഒരു